പെരിയ കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന് സിപിഐഎം നേതാക്കൾ ഇന്ന് ജയിൽ മോചിതരാവുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കെ.വി. കുഞ്ഞിരാമൻ, കെ. മണികണ്ഠൻ, രാഘവൻ വെളുത്തുള്ളി, കെ.വി. ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുന്നത്. ശിക്ഷ മരവിപ്പിച്ച് കോടതി ഉത്തരവ് കണ്ണൂർ ജയിലിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ കൈമാറുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. സന്തോഷ്, ഇപ്പോൾ ഉത്തരവ് കൈമാറിയോ? തീർച്ചയായും ഈ കോടതി ഉത്തരവുകൾ കണ്ണൂർ ജയിലിൽ എത്തിയിട്ടുണ്ട്. സൂപ്രണ്ടിന് ഇത് കൈമാറിയതിന് പിന്നാലെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സിപിഐഎം നേതാക്കൾ പുറത്തിറങ്ങും. കാസർഗോഡ് നിന്നുള്ള സിപിഐഎം നേതാക്കന്മാരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിപിഐഎമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗം കെ.പി. സതീഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം കണ്ണൂർ ജയിലിൽ ഈ നേതാക്കളെ സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു എട്ടരയോടുകൂടി തന്നെ ഇവർ പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. സിപിഐഎമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. കുഞ്ഞിരാമൻ, മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ. മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി, ലോക്കൽ സമിതി അംഗം കെ.വി. ഭാസ്കരൻ എന്നിവരാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഇവരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ച സാഹചര്യത്തിലാണ് ഇവർ പുറത്തിറങ്ങുന്നത്. ഹൈക്കോടതി ഈ സിപിഐഎം നേതാക്കളുടെ ശിക്ഷ മരവിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നുകൊണ്ടുള്ള ഈ ശിക്ഷ മരവിപ്പിച്ച ഉത്തരവും മറ്റ് കോടതി രേഖകളുമെല്ലാം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനമായും ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 225 വകുപ്പ് മാത്രമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഈ കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ വിധിക്കുന്നതിന് കാരണമാകുന്ന വകുപ്പല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഈ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് സിപിഎം നേതാക്കൾ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഏതായാലും ഇത് നേരത്തെ തന്നെ സിപിഐഎം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഇത് കള്ളക്കേസാണ്, നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കള്ളക്കേസാണ് എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സിപിഐഎം നേരത്തെ തന്നെ സ്വീകരിച്ച നിലപാട്. അത് സിബിഐ കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചപ്പോഴും സിപിഐഎം അതേ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന വിധമാണ്. അത് പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും ശിക്ഷ മരവിപ്പിച്ച നടപടി എന്ന് പറയുന്നത് സിബിഐക്ക് ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയായിരുന്നു. കാരണം നേരത്തെ തന്നെ ഇത് സിപിഐഎം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമായിരുന്നു. സിബിഐ ഈ സിപിഐഎം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. പെരിയ കേസുമായി ബന്ധപ്പെട്ട് സിപിഐഎമ്മിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സിപിഐഎം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സിബിഐ കോടതി ഈ സിപിഐഎമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. അതിനെതിരെയാണ് ഇവർ നൽകിയിട്ടുള്ള അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ 5 വർഷം തടവ് ശിക്ഷ വിധിച്ച ആ ഒരു ഉത്തരവ്, ആ കോടതി വിധിയെ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെയായിരുന്നു ഈ കോടതി ഹൈക്കോടതിയിൽ നിന്നും ഈ വിധി ഉണ്ടായത്. എന്നാൽ കോടതി രേഖകൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നത്. ഇപ്പോൾ ഈ കോടതി രേഖകൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ സെൻട്രൽ ജയിലിലെത്തി അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഈ സിപിഐഎം നേതാക്കൾ കണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. കാസർഗോഡ് നിന്നുള്ള സിപിഐഎമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പുറത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? 4 പേരും ഇപ്പോൾ ഈ ഉത്തരവ് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ സന്തോഷ്?
തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഈ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ ചെറിയ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവശേഷിക്കുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയും. ഇന്നലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. പക്ഷേ ഈ കോടതി രേഖകൾ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെയുള്ള കോടതി രേഖകൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് എടുത്തത്. ഏതായാലും ആ രേഖകൾ എത്തിയ സാഹചര്യത്തിൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി അല്പസമയത്തിനകം തന്നെ, നേരത്തെ പറഞ്ഞിരുന്നത് 8:30 ഇറങ്ങാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് അല്പം വൈകാൻ സാധ്യതയുണ്ട്. ഒരു 9 മണിയോടുകൂടി പുറത്തിറങ്ങാനുള്ള സാധ്യതയാണിപ്പോൾ കാണുന്നത്.